ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. എനിക്കൊരു വലിയ ഭാഗ്യം പോലെ വീട് കിട്ടിയതാണ്. വീണ്ടും നമുക്ക് വെച്ച് ശരിക്കും അതിലെനിക്ക് നല്ല അഭിമാനമുണ്ട്. കാരണം വീണ്ടും സാറിനെ വെച്ച് ഒരു സിനിമ ചെയ്യാൻ പറ്റിയാണ്. ഞാൻ ആദ്യം ക്ലീറ്റസിന് ശേഷം എന്തെന്നുള്ളതിനെക്കുറിച്ചൊരു ഇതിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ അവിചാരിതമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു സബ്ജക്റ്റ് വിജീഷ് എന്നോട് പറയുന്നത്. അപ്പോൾ തന്നെ ഞാൻ സാറിനോട് പറഞ്ഞു, സാറിന് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഈ പ്രോജക്റ്റിലോട്ട് നീങ്ങും. ഒരിക്കലും ഇതിങ്ങനെ വന്ന് ഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും എൻ്റെ ഭാഗ്യം വീണ്ടും സാറിനെ വെച്ച് സിനിമ ചെയ്യാൻ പറ്റിയത് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുക. തീർച്ചയായിട്ടും അത് വിജീഷിന് അനുഭവമുള്ള ഒരു സംഭവമാണ് വിജീഷ് എന്നോട് ഷെയർ ചെയ്തത്. കാരണം വിജീഷ് ഒരിക്കലും ഒരു ദിവസം ഒരു കടപ്പുറത്ത് പോയിരുന്നപ്പോൾ ഇങ്ങനെ കണ്ട ഒരു അനുഭവത്തിൽ നിന്നാണ് എന്നോട് ഈ ത്രെഡ് കിട്ടിയെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇതിപ്പം എനിക്ക് വേണമെങ്കിൽ കുറേ കോമഡികളും കുറേ സംഭവങ്ങളും ഉള്ള ഒരു വേറെ ടൈപ്പ് ഓഫ് സിനിമ, പെട്ടെന്ന് ആളുകളിലേക്ക് റീച്ച് ചെയ്യുന്ന ഒരു സിനിമ വേണമെങ്കിൽ എനിക്ക് ചെയ്യാം. പക്ഷെ എനിക്ക് തോന്നി ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് പറയണം, ഇപ്പോഴാണ് അതിന് ആ സമയം, ഇപ്പോൾ അത് പറഞ്ഞേ പറ്റൂ. അതിന് ഏറ്റവും നല്ലത് മമ്മൂട്ടി സാറിനെ പോലുള്ള ആളാണ് അത് കറക്റ്റായിട്ട് ആ ക്യാരക്ടർ ചെയ്യണം. അപ്പം അദ്ദേഹം അതുപോലത്തെ ഒരു പ്രതിനിധിയാണ്, അന്യഭാഷക്കാരുടെ ഒരു പ്രതിനിധിയാണ്. കേരളത്തിൽ വന്ന് താമസിക്കുന്ന അവർക്കൊക്കെ ഒരു പ്രതിനിധിയായിട്ട് സാറിനെ വെച്ചിട്ട് അവരൊരു പ്രശ്നങ്ങൾ പറയണമെന്ന് തോന്നുന്നു. കാരണം അതിൻ്റെ മെയിൻ കാരണം മലയാളികൾ ഇതിനെ സ്വീകരിക്കുന്നതാണ്. അപ്പം മലയാളികൾ അത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ സാറിനെ അതിൻ്റെ ഒരു പ്രതിനിധിയാക്കി ഇവിടെ കൊണ്ടുവന്നുകൊണ്ട്, കാരണം അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു ഇത് വളരെ സോഷ്യലായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. അത് വളരെ എൻ്റർടൈനറായിട്ട് ഞാൻ പറഞ്ഞേക്കുന്നത്, അല്ലാതെ വെറുതെ മെസ്സേജ് പറഞ്ഞ് ഉപദേശിച്ച ആളുകളെ ബോറടിപ്പിച്ചിട്ടില്ല ഞാൻ. വളരെ എൻ്റർടൈനറായിട്ട്, വളരെ ഇതായിട്ട്. കാരണം വെറുതെ ചുമ്മാ അന്യഭാഷക്കാരെ മാവോയിസ്റ്റ് തമ്മിൽ പോയിക്കൊണ്ട് പോവുക, അവർ മാവോയിസ്റ്റ് തെറ്റിദ്ധരിപ്പിക്കപ്പെടുക. പക്ഷേ കഷ്ടമുണ്ട്. അവരൊക്കെ നമ്മളുടെ നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മളൊക്കെ ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ പോയി ജീവിക്കേണ്ട ആൾക്കാരല്ലേ, നമ്മൾ കൽക്കട്ടയിൽ പോയി അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇവിടെ വരുന്നു. ഇവരെയൊക്കെ ഇങ്ങനെ വെറുതെ ചെറിയൊരു പ്രശ്നത്തിൻ്റെ പേരിൽ പക്ഷേ ഇതിനകത്ത് അത് കറക്റ്റായിട്ട് അത് വർക്കൗട്ടായിട്ടുണ്ട്. കാരണം വെച്ചാൽ അങ്ങനെ പറയുന്ന, അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ആളാണ് ശരിക്കും ഈ നാടിൻ്റെ ഒരു കാര്യത്തിനു വേണ്ടി ഇടപെടുന്നത്. അത് ശരിക്കും ആളുകളെ ചിരിപ്പിച്ചും രസിപ്പിച്ചും അതിൻ്റെ ത്രില്ലിലോട്ട് കൊണ്ടുപോകുന്ന രീതിയിലും വളരെ എൻ്റർടൈനായിട്ട്, ഒട്ടും ബോറടിപ്പിക്കാതെ ഉപദേശത്തിലല്ല ഇത് പറഞ്ഞേക്കുന്നത്. ആ ക്യാരക്ടർ പറയുമ്പോഴേ സാറായിരുന്നു നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. കാരണം എവിടെയും പ്ലേസ് നോർത്ത് ഇന്ത്യ ലുക്കും ഉണ്ട്, എല്ലാ ബേസിലും അവരുടെ അത് കറക്റ്റാണ്. അപ്പോൾ സാറാണ് എൻ്റെ മനസ്സിൽ വന്നത്. അപ്പോൾ ഞാൻ വിജീഷുമായിട്ട് സംസാരിച്ചു, അങ്ങനെയാണ് ഇതിലോട്ട് പോയതും. അത് മലയാളമാണ് സംസാരിക്കുന്ന ഈ കഥാപാത്രം. 20 വർഷം മുമ്പ് അവിടുന്ന് ഒളിച്ചോടി വന്നതാണ് രണ്ടുപേരുടെ ശീതളമായിട്ട്. 20 വർഷമായിട്ട് ഇവർക്ക് അത് എടുത്ത് പറഞ്ഞിട്ട് കുട്ടികളിൽ 20 വർഷമായിട്ട് ഇപ്പം ഈ പടം നടക്കുമ്പോൾ പ്രഗ്നൻ്റാണ് ഇവർ. അതാണ് അങ്ങനെയുള്ള ലോകം. സൈക്കിളിൽ അവളെയും കൊണ്ട് ചവിട്ടി ഇപ്പം നാട്ടിലൂടെ കളിയാടുന്ന ശകടം, ഇരുചക്രമുള്ള ശകടം, അതിലേറ്റിടുന്ന പൊൻകിനാകുമ്പോൾ എന്ത് വർണ്ണശബളം. അതായത് ഇവരെയും കൊണ്ട് സൈക്കിളിൽ പോകുന്ന ആ ലോകമാണ് ഒക്കെ എല്ലാം. കാരണം 20 വർഷമായിട്ട് വളരെ ട്രീറ്റ്മെൻറ്റ് ചെയ്തും മറ്റുമൊക്കെ ആയിട്ടാണ് ഈ ഒരു അവസ്ഥയിലോട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സന്തോഷവും ഈ മലയാളത്തെ സ്നേഹിക്കുന്നതും ഭയങ്കര വളരെ നല്ല മലയാളമാണ് സംസാരിക്കുന്നത്. ഞങ്ങളൊരു സ്ലാങ് പിടിക്കാൻ നോക്കിയപ്പം അതിനുവേണ്ട ആൾക്കാരെ ഗുജറാത്ത് സ്ട്രീറ്റിലൊക്കെ ഇവിടെ കൊച്ചിയിലൊക്കെ പോയി കണ്ട് അവരെ റെക്കോർഡ് ചെയ്തെടുത്ത് ഡയലോഗൊക്കെ ആ ലൈനിലൊക്കെ ഡയലോഗ് മാറ്റാമെന്ന് വെച്ചിരിക്കുമ്പോഴാണ് അവിചാരിതമായിട്ട് ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിന് താഴെ കാറ് കഴുകുന്ന സാമന്ത് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. എനിക്ക് അയാളുടെ പേരറിയില്ല. അപ്പം അയാൾ അവിടെ നിന്ന് ഇങ്ങനെ പാട്ടൊക്കെ പാടി, മലയാളം പാട്ടൊക്കെ ഒമാന തിങ്കൾ ഈയൊക്കെ പാടി പുള്ളി പാത തുടച്ചോണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു, ചേട്ടാ എൻ്റെ എന്തോ ചോദിച്ച കൂട്ടത്തിൽ ഞാൻ പുള്ളിയുടെ പേര് ചോദിച്ചു, സാമന്ത് എന്ന് പറഞ്ഞു. സാമന്ത് എന്ന് പറയുമ്പം ചേട്ടൻ മലയാളിയാണ്. അല്ല, ഞാൻ ഒറീസക്കാരനാണ്. അപ്പോൾ ഞാൻ ചേട്ടൻ ഇവിടെ എത്ര വർഷമായി? 12 വർഷമായി. ഇത് ഡയലോഗ് ഞാൻ അവിടെ പറയിക്കുന്നുണ്ട്. അത് ഈ പടത്തിൽ 12 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്ന സാമന്ത് എന്ന് പറഞ്ഞ അയാൾ ഓമനത്തിങ്കൾ കിടാവും പാടിക്കൊണ്ട് കാറ് തുടയ്ക്കുകയാണ്. അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് തന്നത്. ഞാൻ ഇത് എവിടുന്ന് കിട്ടി? അത് എവിടുന്നോ കേട്ടതാ സാറേ. അപ്പോൾ നല്ല രസമുണ്ട് കേൾക്കാൻ. അത് ഭയങ്കര സ്പാർക്കായിട്ട് തോന്നി. അപ്പം തന്നെ ഞങ്ങൾ സ്ലാങ് വേണ്ടെന്ന് വെച്ച് അങ്ങനത്തെ സിറ്റുവേഷനും കയറ്റി അത് വളരെ മലയാളത്തിനോട് ഭയങ്കര ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരാളായിട്ട് ഞങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റി. അതൊക്കെ ഈ സിനിമയ്ക്ക് ഗുണകരമാകും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ആയിട്ടുണ്ട്. ഇപ്പം ശരിക്കും ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ല, തീർച്ചയായിട്ടും ഞാൻ സിനിമ സംവിധാനം ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ഒരു തീരുമാനം എടുത്തു, ഞാൻ ചെയ്യുന്ന പടങ്ങളിൽ മലയാളികളെ നായികയായിട്ട് വെക്കത്തുള്ളൂ. കാരണം ഞാൻ അസോസിയേറ്റഡ് ഒരുപാട് വർക്ക് ചെയ്തതാണ്. അപ്പോൾ ഇവരെ ഭാഷ പഠിപ്പിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ചെയ്യുമ്പം എനിക്കൊരു തീരുമാനം എടുക്കാമല്ലോ. അങ്ങനെ തീരുമാനിച്ചിട്ടാണ് ക്ലീറ്റസിൽ ഹണി റോസിനെ വെച്ചത്. തീർച്ചയായും നമ്മളുടെ മലയാളി കുട്ടികൾക്ക് ഏറ്റവും ഡിമാൻഡ് തമിഴ്നാട്ടിലൊക്കെയാണ്. ഇവിടുന്നാണ് എല്ലാവരും അവിടെ പോയി ഹീറോയിനെ കഴിയുമ്പോൾ നമ്മളിങ്ങ് കൊണ്ടുവരും. ഇവിടെ കൊണ്ടുവന്ന് ഇവിടുന്ന് അന്ന് തഴഞ്ഞു വിട്ട ആൾക്കാരെ നമ്മൾ ലക്ഷങ്ങൾ കൊടുത്തേക്ക് കൊണ്ടുവരും. ഇവിടെ നമുക്കൊരു ചെയ്യുന്നില്ലത്. അതിനൊരു വിഷമമുള്ള ആളായിരുന്നു ഞാൻ. പക്ഷേ ഈ കഥയ്ക്ക് ഒരു മലയാളി കുട്ടി ആപ്റ്റല്ല. കാരണം ശീതൾ എന്ന് പറഞ്ഞ ജാർഖണ്ഡുകാരിയാണ്.
അപ്പോൾ നമുക്ക് ഞാൻ ഒരുപാട് നോക്കി, എപ്പോൾ നോക്കുമ്പോൾ ഒന്നിൽ ഒരു ചിരിയിൽ അല്ല എന്തിലെങ്കിലും ഒരു കേരളീയത്വം വരും. അപ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ കൾച്ചറിൽ നിൽക്കുന്ന ഒരാൾ വേണമല്ലോ തോന്നിക്കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഞാൻ മലയാളിയെ വെക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് ഒരുപാട് തപ്പി, ഒരുപാട് ഇതിനൊക്കെ മീഡിയേറ്റേഴ്സൊക്കെ ഉണ്ട്, അവരോടൊക്കെ സംസാരിച്ചു. അവരൊക്കെ അവരുടെയുള്ള ഫോട്ടോസൊക്കെ കാണിച്ച് ഒന്നും സാറ്റിസ്ഫൈഡ് ആയില്ല. അവസാനം ഞാൻ തന്നെ തപ്പിയെടുക്കായിരുന്നു ഈ ആഡ് കണ്ടിട്ട്. ആഡിലാണ് ഇവരുടെ ഫേസ് കണ്ട് ഞാൻ അപ്പം തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് അവരെ വിളിച്ചു. ഞാൻ തന്നെ സ്ട്രൈറ്റ് വിളിച്ച് അവർ വന്ന് വളരെ മനോഹരമായിട്ട് അവർ ചെയ്തു കേട്ടോ. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അവരും മലയാളം സംസാരിക്കും. മലയാളം എന്ന് പറഞ്ഞാൽ കുറച്ച് അവരെ കൊണ്ട് സ്ലാങ്ങിലോട്ട് സ്ലാങ് പിടിച്ചു. കാരണം പ്യുവറായിട്ട് നാട്ടുകാരായിട്ട് ബന്ധമില്ല. അപ്പോൾ ഈ വീട്ടിൽ ദുർഗാപ്രസാദും അവരുമാണ് അവരുടെ ലോകം, പുറത്തോട്ടിറങ്ങാറില്ല. അപ്പോൾ ഈ ദുർഗാപ്രസാദ് പറയുന്ന മലയാളത്തിൽ നിന്ന് പഠിച്ച മലയാളമാണ് അവർ സംസാരിക്കുന്നത്. ദുർഗാപ്രസാദ് നാട്ടിലിറങ്ങി നടക്കുന്നുണ്ട്, എല്ലാവരുമായിട്ടും നന്നായിട്ട് മലയാളം പറയാൻ പറ്റി. പക്ഷേ ദുർഗാപ്രസാദിൻ്റെ ഭാര്യ ശീതൾ ദുർഗാപ്രസാദ് പറയുന്ന മലയാളം കേട്ടാൽ അതിൽ നിന്ന് പഠിച്ചു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ 2 രീതിയിലാണ് പിടിച്ചേക്കുന്നത്. അവരത് വളരെ മനോഹരം, നമ്മളൊക്കെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് ചെയ്തത്. എനിക്കൊന്ന് കുടുംബ പ്രേക്ഷകർക്ക് അവർക്ക് ഒരുപാട് ഇഷ്ടം. ഒരുപാട് അന്വേഷണങ്ങൾ എൻ്റെ അടുത്ത് വരുന്നത് ഏതാണ് നന്നായിട്ട് ചെയ്തല്ലോ ഇവരെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എനിക്ക് മെസ്സേജ് വരുന്നതിനകത്ത് അത് പറയുന്നുണ്ട്. അത് മിടുക്കിയായിട്ട് അവർ ചെയ്യുന്നുള്ളതാണ്. ഇവരുടെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറയുന്ന ഒരു വലിയ ഒരു കടമ തന്നെ ആയിരുന്നത്. കാരണം അവർക്ക് ആദ്യമായിട്ട് അവർ അഭിനയിക്കുന്നത്, അവർ ഏതോ ഒരു ചെറിയ സംഭവങ്ങൾ അയാളൊക്കെ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒരു ഗുണം ചെയ്ത് വെച്ചാൽ ഇവർ തിയേറ്റർ ആർട്ടിസ്റ്റാണ്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഭയങ്കരമായിട്ട് അവർ നമ്മളെന്ത് പറഞ്ഞാലും അതിനെ 100 മടങ്ങ് നന്നാക്കുന്നൊരു. അപ്പോൾ എന്നോട് ചോദിക്കും, സാർ മതിയോ ഇത് അവർ തന്നെ പറയും ശരിയായില്ല കുറച്ചുകൂടെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. കഴിഞ്ഞ ദിവസം അവർ പടം കണ്ട അവർ പറയും, സാർ ആ ഡബ്ബിങ് ഞാൻ ചെയ്തവരല്ലല്ലോ അവിടെ ഡബ്ബ് ചെയ്ത് എന്നൊക്കെ. അത്രത്തോളം അവർ ഡെഡിക്കേറ്റഡ് ആയിരുന്നു അവർ.